വിജയിക്കാൻ വേണ്ടി മാത്രമാണോ നമ്മൾ ജീവിക്കുന്നത്? ഒരിക്കലേറെ ആഗ്രഹിച്ചൊരു കാര്യം നമുക്ക് കിട്ടിയില്ല, തോറ്റുപോയി. പക്ഷെ അതിനർത്ഥം നമ്മൾ ജീവിതത്തിൽ തോറ്റുപോയി എന്നാണോ? ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ തോറ്റുപോയി എന്ന ചിന്ത വരുന്നത് സ്വാഭാവികമാണ്. ചുറ്റുമുള്ളവരും അത്തരത്തിൽ നമ്മളെ കളിയാക്കി പറഞ്ഞേക്കാം. പക്ഷെ നമ്മുടെ ശരിയായ പൊട്ടൻഷ്യൽ അറിയുന്നതും എനിക്കത് ജയമായിരുന്നോ പരാജയമായിരുന്നോ എന്ന് തീരുമാനിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുന്ന കുട്ടികൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണിത്. ഒരു പ്രാവശ്യം എഴുതുമ്പോൾ ജയിച്ചില്ലെങ്കിൽ അതോടുകൂടി ആ പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്ത് വേറെ ഒരു മേഖലയിലേക്ക് കരിയർ സ്വിച്ച് ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. ചിലപ്പോൾ പുതിയ മേഖലയിൽ അവർ സക്സസ് ആകുമായിരിക്കാം, പക്ഷെ അപ്പോഴും ഉള്ളിന്റെ ഉള്ളില് നമുക്ക് കിട്ടാത്ത ആ ഇഷ്ടപ്പെട്ട ജോലിയെ ഓർത്ത് ഒരു നിരാശ ഉണ്ടാകും. സോ പരാജയപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന നിരാശ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളും സമൂഹവും എല്ലാം നമുക്ക് നൽകിയ ആ ഒരു ഇൻസെക്യൂരിറ്റി നമ്മൾ ഏറ്റുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് പതിയെ നമ്മുടെ കോൺഫിഡൻസ് കുറയ്ക്കുകയും നമുക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. പിന്നീടുള്ള ജീവിതം ഒട്ടേറെ റിഗ്രറ്റ്സും സ്ട്രെസ്സും എല്ലാം നിറഞ്ഞതായിരിക്കും. നമ്മളെ മറ്റാരേക്കാളും നന്നായി അറിയുന്നത് നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജയവും പരാജയവും എല്ലാം തീരുമാനിക്കുന്നതും മറ്റൊരു വ്യക്തിയോ മറ്റേതെങ്കിലും ഒരു മാനദണ്ഡമോ ആകരുത്.